ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഊണിനൊപ്പം ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണല്ലോ നാരങ്ങ അച്ചാർ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ കറി നാരങ്ങ അച്ചാറാണ്. അധികം കയ്പില്ലാതെ തന്നെ പെട്ടെന്ന് കേടാകാത്ത രീതിയിൽ ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കിയാലോ. അപ്പം എല്ലാവരും വന്നോ, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നാരങ്ങ. ഞാൻ ഒരു വലിയ കറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നല്ലെണ്ണയാണ് അത്യാവശ്യം അച്ചാറിന് വേണ്ടതും. പിന്നെ കടുക്, ഉലുവ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുത് ഇതെല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് വേണം. പിന്നെ കറിവേപ്പില. പിന്നെ പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കായപ്പൊടി, ഇത്രയുമാണ് വേണ്ടത്. പിന്നെ വിനാഗിരി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം ചീനച്ചട്ടി എടുത്ത് ഒരു പാനിൽ എണ്ണ ചൂടായി വന്നപ്പോഴത്തേനും കടുക് ഇട്ട് കൊടുത്തു. അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റാം. എന്നുവെച്ച് പച്ചമുളക് മാറുമ്പോഴത്തേന് തീ കുറച്ച് വെച്ച് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും കായപ്പൊടിയും ഉലുവാപ്പൊടിയും ചേർക്കാം. എല്ലാം ഒന്ന് കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കറി നാരങ്ങ കുഞ്ഞു കുഞ്ഞായിട്ടാണ് ഞാൻ കഷ്ണങ്ങളാക്കി വെക്കുന്നത്. മസാലയെല്ലാം ഭാഗത്തും നല്ലപോലെ ഇളക്കിയ ശേഷം യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/4 കപ്പ് വിനാഗിരിയും കൂടി ചേർത്താൽ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇത് കുറേ നാൾ നമുക്ക് കേടാകാതെ നല്ലപോലെ സൂക്ഷിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഇവിടെ നാടൻ കറി നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത ശേഷം ഒരു ഉണങ്ങിയ പാത്രത്തിലോ ടിന്നിലോ ഇട്ട് വെക്കാവുന്നതാണ്. 2 ദിവസം കഴിഞ്ഞ് നമ്മുടെ കറി നാരങ്ങ റെഡി ആയിട്ട് വരും. ആദ്യം തന്നെ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയാൻ പറ്റത്തില്ല. 2 ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുവാണെങ്കിൽ അതിൻ്റെ പുളിയും ആ ഉപ്പും ആ മസാലയെല്ലാം പിടിച്ച് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.